വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സമ്മർദ്ദം ഒരു ലെവലിൽ കൂടിയാൽ അതിനെ രക്താതിസമ്മർദ്ദം എന്ന് പറയും. രക്താതിസമ്മർദ്ദം 140/90 അത് അതിൻ്റെ 2 അക്കങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 നമ്പേഴ്സ് 140/90 ആണ്. ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 140/90 ആയാൽ അതിനെ രക്താതിസമ്മർദ്ദം എന്ന് പറയും. പക്ഷേ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ബ്ലഡ് പ്രഷർ അതിലും താഴെ ആയിരിക്കണം. അപ്പോൾ രക്താതിസമ്മർദ്ദം എന്താണ്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് സാധാരണ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല തുടക്കത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയും. അപ്പോൾ രക്താതിസമ്മർദ്ദം ഒരുപാട് നാൾ തുടർന്നാൽ അതിൻ്റെ സങ്കീർണതകൾ നമ്മളുടെ ശരീരത്തിനെ ബാധിക്കും. അത് ചിലപ്പോൾ സ്ട്രോക്കിന് വഴിവരുത്താം, അല്ലെങ്കിൽ ഹൃദയാഘാതം, അങ്ങനെ ഇല്ലെങ്കിൽ കിഡ്നിയെ എഫക്റ്റ് ചെയ്യാം, കണ്ണിനെ എഫക്റ്റ് ചെയ്യാം. കണ്ണിനെ എഫക്റ്റ് ചെയ്ത് ചിലപ്പോൾ അന്ധത വരെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ ഇപ്പോൾ ചെറുപ്പക്കാരിൽ നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. കേരളത്തിൽ ബ്ലഡ് പ്രഷറിൻ്റെ തോത് 10ൽ 3 പേർക്ക് ബ്ലഡ് പ്രഷറുണ്ട്. അത് ചെറുപ്പക്കാരിൽ കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ ബ്ലഡ് പ്രഷർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തണം. അത് ഇപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് വീടുകളിൽ തന്നെ പ്രഷർ മാപിനികളുണ്ട്. അപ്പോൾ ആ പ്രഷർ മാപിനി വെച്ച് വീട്ടിൽ അളക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ യുവതലമുറയും മധ്യവയസ്കരും എല്ലാവരും ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ച് ഉണ്ട്, അത് വെച്ചും അളക്കാം. അത് കൂടുതലായിട്ട് കണ്ടുവന്നാൽ നമ്മൾ ഉടനെ ഡോക്ടറെ സമീപിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാവുന്നതാണ്. ഈ വർഷത്തെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ തീം മോണിറ്റർ ബ്ലഡ് പ്രഷർ അക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ് ആൻഡ് ലിവ് ലോങ്ങർ. ഇന്ന് നമുക്ക് ബ്ലഡ് പ്രഷർ വീടുകളിൽ തന്നെ അളക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ 30 വയസ്സിലെങ്കിലും ബ്ലഡ് പ്രഷർ അളക്കുന്നത് തുടങ്ങേണ്ടതാണ്. നന്ദി, നമസ്കാരം.